പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നത് ഏത് പ്രായക്കാരും ഇഷ്ടപ്പെടുന്ന, ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയതുമായ ഒരു കോഡ് സെറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇത് 3 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടി 15 ഇഞ്ച് നീളത്തിൽ 2 പീസ് തുണി 4ആയിട്ട് മടക്കി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ഞാൻ ഷോൾഡർ മെഷർമെൻറ്റ് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കൈക്കുഴി അളവും 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ചെസ്റ്റ് അളവ് തയ്യൽ തുമ്പും കൂടി കൂട്ടി 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഷോൾഡറിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. വേസ്റ്റ് അളവ് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും വേസ്റ്റ് അളവ് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുകയാണ്. നെക്കിൻ്റെ അളവ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല, ഞാനത് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിൻ്റെ 7 ഇഞ്ചും ബാക്ക് നെക്കിന് 3 ഇഞ്ചും ഇറക്കമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ബാക്ക് ആം ഹോളാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 1/2 ഇഞ്ച് കയറ്റി ഫ്രണ്ട് ആം ഹോളും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. സെൻറ്റർ ഭാഗം ഒന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത സ്ലീവ് കട്ട് ചെയ്യുകയാണ്. കൈമുട്ട് വരെ വരത്തക്ക രീതിയിലുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 13 ഇഞ്ച് നീളത്തിലാണ് ഇതെടുത്തിരിക്കുന്നത്. അടുത്തതായി ഈ ടോപ്പിൻ്റെ അടിഭാഗം തയ്ക്കുന്നതിന് വേണ്ടി 16 ഇഞ്ച് നീളത്തിൽ ഞാൻ ഇതുപോലെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടോപ്പിന് ആവശ്യമായ ലെങ്ത് 28 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് ഉള്ള ലെങ്ത് വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ അടിഭാഗത്ത് ചുരുക്കിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ചുരുക്കിൻ്റെ അളവിനനുസരിച്ച് തുണി കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. ഇത് 42 വിഡ്ത്തുള്ള തുണിയായതുകൊണ്ട് 2 പീസ് തുണി ഞാൻ ആ 42 വിഡ്ത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. പാൻറ്റ് തയ്ക്കാൻ ആവശ്യമായ തുണി ഞാൻ ഇതുപോലെ 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഈ തുണിയുടെ മുകൾ ഭാഗത്ത് ഇതുപോലെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ഈ ഭാഗം പാൻറ്റിൻ്റെ ബെൽറ്റ് ഭാഗമാണ്, അവിടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാൻ 35 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിൽ അടയാളപ്പെടുത്തിയ 2 ഇഞ്ചിന് താഴെ നിന്ന് വേണം ഇത് അളന്നെടുക്കാൻ. തയ്യൽ തുമ്പും കൂടെ കൂട്ടി 36.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അവരവരുടെ ലെങ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ. പാൻറ്റിൻ്റെ വേസ്റ്റ് വണ്ണം 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴേക്കും ആ 12 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. മുകളിലെ 2 ഇഞ്ച് വിട്ടിട്ട് വേണം താഴോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. അതിനുശേഷം പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുകയാണ്. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 2 ഇഞ്ചൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്നും ഇതുപോലെ ഞാൻ കാലിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കാലിൻ്റെ അടിഭാഗത്ത് 10 ഇഞ്ച് വണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പലാസോ മോഡലാണ് ചെയ്യുന്നത്. ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയും ഫ്രോക്കിൻ്റെ അടിഭാഗത്ത് വേണ്ടുന്ന തുണി ചുരുക്കിട്ടെടുക്കുകയാണ് ഞാൻ. അതിനുശേഷം നെക്ക് തയ്ച്ചെടുക്കുകയാണ്. ഞാനൊരു വി ഷേപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. കഴുത്തിൻ്റെ അകലം ഒരു 2.25 ഇഞ്ചും ഇറക്കം 7 ഇഞ്ചും അളവിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത്. വീനെക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഞാൻ അതിൻ്റെ അടിഭാഗത്ത് 1 ഇഞ്ച് അകലത്തിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലൊരു മാർക്ക് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഈ 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് ഒരു ലേസ് ഇതുപോലെ തയ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നെക്കിൻ്റെ 2 സൈഡിലും ലേസ് തയ്ച്ച് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് സ്ക്വയർ ഷേപ്പാണ് കൊടുക്കുന്നത്. അത് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട് പീസും ബാക്ക് പീസും തമ്മിൽ യോജിപ്പിച്ചെടുക്കുകയാണ്. അടുത്തതായി സ്ലീവ് തയ്ക്കുകയാണ്. അതിനായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ അടിഭാഗം ചെറുതായി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലീവിൻ്റെ നല്ല ഭാഗത്തോട്ട് ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ 2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുകയാണ്.
എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും ഞാനൊന്ന് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും 2 സൈഡിലോട്ടും 1/2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ്. എന്നിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്നും സൈഡിലുള്ള 2 പോയിന്റിലേക്ക് ചരിച്ചൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആദ്യം അടിഭാഗം തയ്ച്ചു കൊടുത്ത ആ തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ ആ ഷേപ്പിലൊന്ന് തയ്ച്ചെടുക്കുകയാണ്. എന്നിട്ട് തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ ഇടയ്ക്കുള്ള ആ തുണി കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് ഈ തുണി ഇതുപോലെ തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അതിനുശേഷം അകവശത്തു നിന്നും ഇതുപോലൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശത്ത് ആദ്യം തയ്ച്ചു കൊടുത്ത ആ തയ്യലിന് മുകളിലൂടെ നെക്കിന് വെച്ച് കൊടുത്ത അതേ ലേസ് തന്നെ ഇവിടെയും തയ്ച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ടോപ്പിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ 2 സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ടോപ്പിൻ്റെ അടിഭാഗമാണ് തയ്ക്കുന്നത്. അതിനായി നേരത്തെ ചുരുക്കിട്ട് വെച്ചിരിക്കുന്ന ഈ തുണിഭാഗം ഇങ്ങോട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ കൂട്ടിയടിച്ചെടുക്കുകയാണ്. നടുക്ക് ഞാനൊരു വള്ളി ബെൽറ്റ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രോക്ക് തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇനിയും പാൻറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി പാൻറ്റിൻ്റെ ക്രോച്ച് ഭാഗങ്ങൾ രണ്ടും ഫ്രണ്ടും ബാക്കും ചേർത്ത് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനുശേഷം കാലിൻ്റെ അടിഭാഗം ചെറുതായി മടക്കി ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ക്രോച്ചിൻ്റെ ഏരിയയിൽ ഇവിടുന്ന് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റേ കാലിൻ്റെ ഭാഗവും തയ്ച്ചെടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇനിയും ഇതിൻ്റെ മുകൾ ഭാഗമാണ് തയ്ക്കാനുള്ളത്. ആദ്യം കൊടുത്തിരിക്കുന്ന ആ 2 ഇഞ്ച് അളവുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി ആ 2 ഇഞ്ച് മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. തയ്ച്ചെടുക്കുമ്പോൾ ഇലാസ്റ്റിക് ഇടാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട്. ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇനിയും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത ശേഷം ഇലാസ്റ്റിക്കിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ കൂട്ടി തയ്ച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത ആ ഹോള് അത് തയ്ച്ച് ക്ലോസ് ചെയ്യുകയാണ്. ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെയൊന്ന് വലിച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്ന് കൊള്ളും. അപ്പോൾ കോഡ് സെറ്റ് തയ്ച്ചെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.